അങ്ങനെ ഞങ്ങൾ ആമിയുടെ ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ആമീൻ ഇപ്പൊ കിടത്തി ഉറക്കിയതില്ല, സമയം 12 മണിയെങ്ങാണ്ടായി അല്ലേ. എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ ആമിയുടെ ഫേവറേറ്റ് ടീച്ചർ ആയിരുന്നുണ്ട്. ഇപ്പൊ ടീച്ചർ കാണണമെന്ന് പറഞ്ഞ് കരയുക. ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മുടെ ആമി അങ്ങനെ നേഴ്സറി കഴിഞ്ഞു. ഇന്ന് ആമിയുടെ ഗ്രാജുവേഷൻ ഡേ ആണ്. അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് ആമി നിൽക്കുന്നത്. വെയിലത്ത് വാടി അല്ലേ? അതെ, വെയിലത്ത് വാടി കരിഞ്ഞു. ഓ, അപ്പൊ അതെ പോവാൻ വേണ്ടിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായി നിൽക്കുക. ഇങ്ങനെ നോക്കട്ടെ. പെണ്ണിനാണെങ്കിൽ ആമയുടെ ടീച്ചേഴ്സിന് കൊടുക്കാനായിട്ട് നമ്മൾ ചെറിയൊരു ചോക്ലേറ്റ്സ് അതുപോലെ തന്നെ കാർഡ്സും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നമുക്ക് പാക്ക് ചെയ്തിട്ട് ഇന്ന് കൊടുക്കണം. ആമയുടെ ലാസ്റ്റ് ഡേ ആണല്ലോ, അപ്പം അത് കൊടുക്കണം നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒരു കവറിലിട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനകത്ത് ഒരു കാർഡ് സ്പെഷ്യലായിട്ട് അവളുടെ ഒരു ടീച്ചറിനുണ്ട്. അപ്പം ആ ടീച്ചറിന് വേണ്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും എല്ലാ ടീച്ചേഴ്സിനുമായിട്ട് കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ ഒരു കാർഡും. ഹാപ്പി ഗ്രാജുവേറ്റ്. ഇന്ന് എന്താ പരിപാടി? അതല്ല, നഴ്സറി പഠിക്കുമ്പോഴേ ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ കോളേജിലൊക്കെ വിടണം. എടി ആമി, ഇത് നമുക്ക് അംഗനവാടിന്ന് പാത്രം തന്ന് കഞ്ഞിമാരം തന്ന് വിട്ടതാ. ഇന്നത്തെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോവാ ആമി അല്ലേ? ആമി വാ, വണ്ടി കയറ്. നീ എങ്ങാ പോന്നേ? അപ്പൊ ഇനി ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോവാട്ടോ. അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോന്നും അറിയില്ല. എന്നിരുന്നാലും ഞങ്ങളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിട്ടല്ലേ, കഴിഞ്ഞ ഒരു വർഷം എത്ര പെട്ടെന്നാ പോയെന്നൊക്കെ. ആ ദിവസം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഇവിടുന്ന് ഞങ്ങളൊരു ബാഗൊക്കെ തൂക്കി അങ്ങ് പോയതാ അല്ലേ? എത്ര പെട്ടെന്നാ വർഷമൊക്കെ പോകുന്നേ. എനിക്ക് ഇനി മിസ് ചെയ്യും കേട്ടോ. എപ്പോഴും ആമീനെ കൊണ്ടുവിടാനും കൂട്ടാനും ഞാനാ പോകുന്നത്. അബി ബുധനാഴ്ച മാത്രമേ വല്ലപ്പോഴേ അബി ഉണ്ടാവാറുള്ളൂ. എനിക്ക് ആ ദിവസങ്ങൾ ഡ്യൂട്ടി ആയത് കാരണം മിന്നുമാണ് കൂട്ടാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു വീട്ടിൽ നിന്ന് അല്ലേ, നമ്മൾ ഈ ഒരു വീട്ടിൽ നിന്ന് ഈ ഒരു ഇടവഴിയിലൂടെ നടന്ന് നമ്മൾ ആ സ്കൂളിൽ പോകുന്നൊക്കെ മിന്നണീനും ഓർമ്മയായിരിക്കും അല്ലേ? ഇടയ്ക്ക് ഞാൻ ഫസ്റ്റ് അല്ല ആദ്യമൊക്കെ ഞാനും വരുമായിരുന്നു. നമ്മൾ ഒന്നിച്ചല്ലേ പോയിക്കൊണ്ടിരുന്നു. ഇന്ന് ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് ഓർത്തു പോയി, ഇനിയിപ്പോ ഈ വഴി കൂടെ വരൂലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ഓർത്തു. Pick one. Just one. There we go. And then choose the fourth. Okay. Oh, wow. Yeah. Oh. ആമി, ഇതേ അങ്ങനെ നിന്റെ നേഴ്സറി കഴിഞ്ഞില്ലേ? എന്താ അല്ലേ, സന്തോഷമായി ആമിക്ക്. ഡാൻസ് ആയിരുന്നു കേട്ടോ അകത്ത് അല്ലേ? കഴിഞ്ഞു. ഒരു വർഷം പോയ പോക്കേ എത്ര പെട്ടെന്ന് പോയേ. ആ ഒരു ദിവസം അല്ല ഒരു വർഷം പോയത് ഒരു മാസം പോയ പോലെയൊക്കെയാ തോന്നുന്നത് അല്ലേടി ആമി? ആമി സ്റ്റക്കായി നിൽക്കുക കേട്ടോ. ആമി അവിടുത്തെ ആമിക്ക് എന്തൊക്കെയാ കിട്ടിയത്? എന്തൊക്കെയാ കിട്ടിയിട്ടുണ്ടല്ലോ. സൺഫ്ലവർ ആമി നട്ടിട്ടുണ്ട്, പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ആമിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ ആമിയുടെ ക്യാപ്പ് ഉണ്ട്. ഇതേ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തി കേട്ടോ. ഞങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി. ഇതാണ് ആമിയുടെ സർട്ടിഫിക്കറ്റ്. തല തിരിച്ചാ പിടിച്ചേക്കുന്നത് ഇങ്ങനെ. ഇതേ ആമിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഈ കാണുന്ന ഇവിടെ ആയിരുന്നു ആമി പോയിക്കൊണ്ടിരുന്നത്. അടിപൊളി നഴ്സറി ആയിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു അല്ലേ? എല്ലാവരും നല്ല ആൾക്കാരായിരുന്നു. അതുപോലെ ഇത് കണ്ട ആമി നട്ട ഒരു സൺഫ്ലവർ ഇതിനകത്തുണ്ട്. ആമി ഒരു സൺഫ്ലവർ നട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അതിന്റെ വിത്ത് അത് വലുതായിട്ട് വേണം നമ്മൾ ആമിയുടെ ഗ്രാജുവേഷന്റെ ഓർമ്മയ്ക്കായിട്ട്. അങ്ങനെ ആ ഒരു അധ്യായം കഴിഞ്ഞു കിട്ടിയല്ലേ. അപ്പം ഇനിയിപ്പോ നമ്മുടെ ബാക്കിയുള്ള പരിപാടികളിലേക്ക് കിടക്കാം. ഇനിയിപ്പോ ഞങ്ങള് കുറച്ച് പരിപാടികളുണ്ട്, അത് നിങ്ങൾക്ക് അറിയാലോ. 23-ാം തീയതി അത് പറയുന്നില്ല, സർപ്രൈസ് ആണ് അല്ലേ? അപ്പൊ അതിന്റെ ബാക്കി പരിപാടികൾ നമുക്ക് ചെയ്യണം. പിന്നെന്താ പറയാ, എന്നാ പിന്നെ അതേക്ക് കയറാം, എന്നിട്ട് പിന്നെ പറയാം ബാക്കി. അവളെ കേക്കണ്ട. അതെ, ഇത് ഞങ്ങളിപ്പോ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് പൊതിയാനുള്ള കുറച്ച് സാധനവും പിന്നെ കുറച്ച് കുഞ്ഞു ഗിഫ്റ്റുമാണ് നമ്മളിപ്പോ മേടിക്കുന്നത് അല്ലേ? ഈ പൈസയൊക്കെ നമ്മൾ മേടിക്കുന്നത് എങ്ങനെ അറിയോ? ആമിയുടെ ബെനിഫിറ്റ് വെച്ചിട്ടാണ്, എന്താ ചൈൽഡ് ബെനിഫിറ്റ് വെച്ചിട്ടാണ്. അപ്പൊ അത് അപ്ലൈ ചെയ്യുന്ന വീഡിയോ നമ്മൾ അടുത്തായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് കണ്ടുപോകും. അതെ, ഇത്തവണത്തെ പേയ്മെന്റ് എല്ലാം നമ്മൾ ആമിക്ക് ഗിഫ്റ്റ് മേടിച്ച് ആമിയുടെ ബർത്ത്ഡേ ആഘോഷത്തിന് വേണ്ടി എടുക്കും. ആമിയുടെ സ്വന്തം പൈസക്കാ. അതെ, ആമിക്ക് വേണമെന്ന് ആഗ്രഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ വണ്ടി തന്നെയല്ലേ? നമ്മളെ വണ്ടി തന്നെയാ. അല്ല, ആമിക്ക് വേണമെന്ന് ആഗ്രഹം പറഞ്ഞെല്ലാം മേടിക്കാം. ഞങ്ങള് മേടിക്കുക, സ്വന്തം പൈസക്ക് മേടിക്കും. കുറച്ച് പൈസ ഞങ്ങളുടെ ഉണ്ട്. ആ വിചാരിക്കോ ഇവര് വലിയ കാര്യത്തിൽ എന്റെ പൈസക്ക് സാധനം മേടിച്ചിട്ട് ഗിഫ്റ്റ് ഒക്കെ നമ്മൾ ഈ ഒരു സെറ്റ് മേടിക്കും കേട്ടോ.
ഇതിനൊരു പ്രശ്നമുണ്ട്, നമ്മള് തിന്ന് വെടിയും സാധനം. അതെ, ഇവളെല്ലാം ഇതിലെ ഓരോ സാധനവും ഞങ്ങൾക്ക് തിന്നാൻ തരും. ഇതെല്ലാം നമ്മള് തിന്നണം. അതെ, തിന്നു വെടിയോ എന്നാലും സാരമില്ലല്ലേ. എന്നാലും സാധനം അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അത് കാണുമ്പോ. കൊറേയൊക്കെ പോയി. ഈ ചിക്കനെല്ലാം തിന്ന് സാരമില്ല, എടുക്കാം. സാരമില്ല, എടുക്കാം. അവൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനല്ലേ. അതെ, വേറെ ഇതൊക്കെ ഉണ്ട്, ഫ്രൂട്ട്സ് കട്ട്. ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും ഭയങ്കര ഇഷ്ടമായി ഇപ്പൊ. ഫ്രൂട്ട്സ് അല്ല, അത് ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ്. അത് വേണോ? ഒരു ടൈപ്പ് ഒരെണ്ണം മതി അല്ലേ? ഇനി വേറെ ടൈപ്പ് ഐറ്റംസ് നോക്കാം. ഞങ്ങള് മെയിൻ ആയിട്ട് നോക്കുന്നത് സ്ക്യൂസി ആണ് കേട്ടോ. അവൾക്ക് ഇപ്പൊ സ്ക്യൂസി അവൾക്ക് ഒരു ഭയങ്കര ഇഷ്ടമാണ്. എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നു. ഇപ്പൊ ആമിയുടെ ഫേവറേറ്റ് ടീച്ചർ അതിനകത്തുണ്ട്. ഇപ്പൊ ടീച്ചർ കാണണമെന്ന് പറഞ്ഞ് കരയുക. എനിക്ക് കാണാൻ പറ്റില്ല. ഞങ്ങളിത് ഇപ്പൊ ആമിക്കുട്ടിയുടെ കേക്ക് മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടാ. നമ്മളിവിടെ സുണ്ടനെ തന്നെയുള്ള ചേച്ചിയുടെ അടുത്ത് ഓർഡർ കൊടുത്തിരിക്കുന്നത്. നമ്മള് കഴിഞ്ഞ വർഷം അവരുടെ അടുത്ത് തന്നെയാ മേടിച്ചേ. അപ്പൊ ഇത് നമ്മൾ ഇത്തവണ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആമിക്കുട്ടി ഉറങ്ങുവാണ്. ഉറങ്ങുന്ന സമയത്ത് പോയി എടുക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം അവൾക്ക് കംപ്ലീറ്റ്ലി സർപ്രൈസ് ആയിരിക്കും. അവള് നാളെ എഴുന്നേറ്റ് വരുമ്പോ അവൾ ഓരോ ദിവസം എണീക്കുമ്പോ ഇന്നെന്റെ ബർത്ത്ഡേ ആണോ, ഇന്നെന്റെ ബർത്ത്ഡേ പറഞ്ഞ എണീക്കുന്നത്. കാരണം അബിയുടെ ബർത്ത്ഡേ സ്റ്റാർട്ട് ചെയ്തപ്പോ തൊട്ട് അവളുടെ ബർത്ത്ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അവൾക്ക് അറിയാം അവളുടെ ബർത്ത്ഡേ അടുത്ത് എത്താറായെന്ന്. എണീറ്റാൽ കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും മാറ്റിയിട്ടേ അവരെ മെല്ലെ കൊണ്ടുപോയി ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. അപ്പൊ നാളെ രാവിലെയാണ് കേട്ടോ ഞങ്ങളെ കേക്ക് മുറിക്കുന്നത്. അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല. ഞാനും അതെ, ഞാനും അബിയും ആമിയും അമ്മയും ഞങ്ങള് 4 പേരേ ഉള്ളു. പിന്നെ അവളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കേക്കൊക്കെ ആക്കിയത്. പിന്നെ നമ്മൾ കുറച്ച് ഗിഫ്റ്റുകൾ സമ്മാനം അവൾക്ക് വേണ്ടിട്ട് മേടിച്ചിട്ടുണ്ട്. അത് പിന്നെ നമ്മള് കൊടുക്കണല്ലോ അല്ലെ. അവളെ പ്രതീക്ഷിക്കും. നമ്മള് തന്നെ ബർത്ത്ഡേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുമ്പോ പിന്നെ അവള് പ്രതീക്ഷിക്കാതിരിക്കും. പിന്നെ അവളുടെ ആവശ്യപ്രകാരമുള്ള തീമിലുള്ള കേക്കൊക്കെയാണ് നമ്മൾ ഇത്തവണ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇങ്ങനത്തെ മതി, ഈ തീം മതി എന്നൊക്കെ. കേക്കിന്റെ ഡിസൈൻ ഒക്കെ കാണിക്കും. എനിക്ക് ഇത് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട അല്ലേ, എന്തെല്ലാം ആഗ്രഹങ്ങൾ ഇതൊക്കെയാണെന്നറിയാം. ഇപ്പൊ ആണെങ്കിൽ നമുക്ക് കയ്യിൽ ഒതുങ്ങും. കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ ചിലപ്പോ നമുക്ക് ഒതുങ്ങാത്ത ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, എന്നാൽ ഞങ്ങള് കേക്ക് മേടിക്കട്ടെ കേട്ടാ. അങ്ങനെയായിട്ട് ഞങ്ങൾ ആമിയുടെ ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടാ. അതെ, സാരില്ല മോനെ, ഇറ്റ്സ് ഓക്കെ. നടന്നോ. ആമിക്കുട്ടി ഓടുവാ. ആമി ഇവിടെ മുന്നേ വന്ന് ഓർക്കുന്നുണ്ട് ആമി? ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് ആമിക്കുട്ടി. കുഞ്ഞു ബേബി ആയിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഓടി വരുമ്പോ ഡ്രോൺ എടുക്കായിരുന്നല്ലേ ഇന്നും? ചെല്ലു പൊന്നെ, നല്ല രസമാണ് കേട്ടോ ഇവിടുന്ന് സൺസെറ്റ് കാണാനായിട്ട്. ഇപ്പൊ ആമി ബിഗായി. എന്താണ് ഞങ്ങളിത് ഇവിടെ പ്ലാനിങ് എന്താ സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി കേട്ടോ. ആമി ഇങ്ങനെ ബലൂണും പിടിച്ച് ഓടി വരുന്ന ഫോട്ടോ എടുക്കലാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ ഇതേ കേക്കെല്ലാം മേടിച്ച് വന്നതിന് ശേഷം നമ്മൾ ഫോട്ടോഷൂട്ടിന് പോയി. ഫോട്ടോഷൂട്ടിന് വന്ന് തിരിച്ചു വന്നിതേ ആമീനെ ഇപ്പൊ കിടത്തി ഉറക്കിയതില്ല. സമയം 12 മണിയെങ്ങാണ്ടായി അല്ലേ. ചെയ്യാതെ ഉറങ്ങാൻ പോകാനും പറ്റില്ല നമുക്ക്. നാളെ രാവിലെ അവനെ എണീച്ച് താഴോട്ട് വരുമ്പോ ഒന്ന് വണ്ടറാവണം, അത്ര ഉദ്ദേശിക്കുന്നുണ്ട്. അവളെ ഒന്ന് ഹാപ്പി ആക്കണം. അപ്പൊ ഇത് നമ്മളിങ്ങനെ ബലൂൺസ് എല്ലാം ആക്കി വെക്കുവാണ്. അതുപോലെ നമ്മളുടെ ഗിഫ്റ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്, പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോ അവളൊരു ഇച്ചിരിയും കൂടി ഒന്ന് വലുതായി കഴിയുമ്പോ നമ്മൾക്ക് ഇച്ചിരി കൂടി ഇതിലാക്കാണ്. കഴിഞ്ഞ മൂന്നാമത്തെ ബർത്ത്ഡേ നമ്മൾ ഇതേപോലെ, അതെ അതെ, സെക്കൻഡ് ബർത്ത്ഡേക്ക് നമ്മൾ മോർണിംഗില് പോയി. മൂന്നാമത്തെ ബർത്ത്ഡേ പപ്പയും മമ്മയും ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം അതേ ഒരു വൈബ് പിടിക്കാൻ പറ്റുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ദൈവം സഹായിച്ച നാളെ അവള് വണ്ടറാവും. അല്ല, വണ്ടറാവാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അല്ലേ. പിന്നെ കാണിച്ചു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ആക്കിയിട്ട് ലാസ്റ്റ് ഒന്ന് കാണിക്കാം. പിന്നെ ബാക്കി നമുക്ക് ബർത്ത്ഡേ വീഡിയോയിൽ കാണാം. അങ്ങനെ ഇതേ ഞങ്ങള് മുകളില് കുറച്ച് ബലൂൺസ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ നമ്മള് ഗിഫ്റ്റ്സ് ഒക്കെ ഇവിടെ റെഡിയാക്കി. ഇനിയുണ്ട് കേട്ടോ.
നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണോ? അപ്പൊ ഇനി നാളെ രാവിലെ ആമിനെ സർപ്രൈസ് ആവോ ഇല്ലയോ എന്നുള്ള കാര്യം നാളെ രാവിലത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവർക്കും നന്ദി വീഡിയോ കണ്ടതിൽ അല്ലേ. അതെ, അപ്പൊ നമ്മുടെ ആമിനെ വിഷ് ചെയ്യണം കേട്ടോ എല്ലാവരും. അതെ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും ബർത്ത്ഡേ കഴിയുമായിരിക്കും. ബർത്ത്ഡേ കഴിഞ്ഞ് 2 ദിവസം കഴിയും. കാരണം എഡിറ്റിംഗ് ഒക്കെ ചെയ്യണം, അതിന്റേതായ പ്രശ്നങ്ങളൊക്കെ ബിസിയാണ്. വിഷ് ചെയ്തില്ലെങ്കിലും പ്രാർത്ഥനയിൽ ഓർക്കുക അല്ലേ. ഓർക്കുക. പിന്നെന്താ പറയാനുള്ളത്?